ഐ എം സോറി. ആള് മാറിപ്പോയോ? അവിടെ കൊണ്ട് നിർത്തിയത് ഭാഗ്യം. പ്ലാൻ ചെയ്ത് നിന്നത് വരുമ്പോ കെട്ടിങ് പിടിക്കാൻ. എ വയലന്റ് എംബ്രേസ്. പിന്നെ എന്താ പിടിച്ചാല്? എ ഡീപ് ഡീപ് ഹഗിങ്. കിസിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എ ഹഗ്. ദേവേൺചേട്ടാ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. എന്റെ ദേഹത്ത് തൊടരുത്. വായോണ്ട് എന്ത് വേണേ പറഞ്ഞോ. ഒരു വിരൽ എന്റെ ദേഹത്ത് മുട്ടിയാല് അന്ന് നമ്മൾ തമ്മിൽ പിണങ്ങും. പിന്നെ ഞാൻ ഒരൊറ്റ വാക്ക് സംസാരിക്കില്ല. വൺസ് ഐ സേ നോ, ഇറ്റ്സ് എ നോ. ചുമ്മാതൊന്നും അല്ല. പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ ഇടവരരുത്. ഇതൊരു അൾട്ടിമേറ്റം മാതിരിയാണല്ലോ. അതെ, തൊടാതെ പിടിക്കാതെ ഒരു പെണ്ണുമായിട്ട് കമ്പനിയോട് അറിഞ്ഞുടങ്ങി എന്നെ എന്റെ പാട്ടിന് വിട്ടേരെ. പറഞ്ഞോക്കെ. ഓ എഗ്രീഡ് മോളെ. ഒന്നൊപ്പം നടക്കണമെങ്കിൽ നീ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തരാൻ പറ്റണോ? വേണ്ട. തുടരുന്നല്ലേ ഉള്ളൂ. കൊച്ചു വർത്താനം പറയാമല്ലോ. കൊച്ചു വർത്താനം അല്ല, വലിയ വർത്താനം തന്നെ പറഞ്ഞോണം. പറയാമല്ലോ. ബോംബെയിലൊക്കെ ഈ ഹായ് ഹായ് പിള്ളേരുണ്ടാവുമല്ലോ. തൊട്ട ഫ്ലാറ്റിലും കൂടെ പഠിക്കുന്നൊക്കെ ആയിട്ട് ഉണ്ട്. അവരെല്ലാം 10 അടി വിട്ട് നിന്നാണ് കൊച്ചു വർത്താനം പറയാ. അല്ല, ചിലർ തൊടുകയും തോളെ കൈയിടുകയും ഒക്കെ ചെയ്തെന്നിരിക്കും. അപ്പോഴൊന്നും ചേർപ്പം തോന്നില്ലേ? ഇല്ല. പിന്നെങ്ങനെ ഇപ്പോ? അതെ, ദേഹത്തിൽ ഈച്ചയോ കൊതുക് വന്നിരിക്കുന്ന പോലെയുള്ള അത് അപ്പൊ തന്നെ മറക്കും. എന്താ വിചാരിച്ചിരിക്കുന്നേ? ഹായ് ഹായ് പാർട്ടീസും മേടിച്ചേട്ടനും എനിക്ക് ഒരു ലെവലാന്നാ? യു ആർ ആൻ ഇഡിയറ്റ്. ഇത് ഒരുമാതിരി വായ കൊണ്ട് പറച്ചിലാണോ എന്നറിയാം. ഒന്നുമല്ല, ഐ എം സീരിയസ്. എന്റെ ലൈഫിലെ ദാറ്റ് സംബഡി ഇല്ലേ, അതെന്നും നീയാടാന്ന് പറയാനാ വരുന്നേ. പറയുന്നില്ല, റെസ്പെക്ട് തരണല്ലോ. ദാറ്റ്സ് അപ്പ്. പക്ഷെ ഇവിടെ തെളിവ്. എനിക്കിത് നേരാണെന്ന് തോന്നണമെങ്കിൽ അതിന് പ്രൂഫ് എവിടെ? പ്രൂഫോ? എന്ത് പ്രൂഫ്? ഈ വെക്കേഷൻ തീർന്ന് പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഷീനിന് സൗകര്യമുള്ളപ്പോൾ ഒരിക്കൽ ഒരേ ഒന്ന് എനിക്ക് പിന്നെ നോർക്കാൻ വേണ്ടിട്ടാ. അത് മതി എനിക്ക് പ്രൂഫിന്. ഞാൻ തന്നോളാം. എപ്പോ? ഇപ്പോഴോ? ഇപ്പോഴല്ല, ഞാൻ പറയുന്ന പോലെ നല്ല കുട്ടിയായി നിന്നാ പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരിക്കൽ. അവൾക്ക് മലയാളം പറഞ്ഞ മനസ്സിലായില്ല. ഗോ മാൻ. ഒക്കെ അവൾക്ക് മനസ്സിലാവും. അയ്യോ, പറഞ്ഞപ്പോ അവന് മനസ്സിലായല്ലോ. കണ്ടോ? കുട്ടി വാ, മോളങ്ങ് വളർന്നു പോയല്ലോ. To Wall Street and the Associates at 9:27, and to take us up to that time, from Brooklyn, New York, weighing 220 pounds. ഇതാണ് തീപ്പെട്ടിക്കൂടിനകത്തെ സിൽമ. ഇത് അമ്മയ്ക്കാ. അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. الفريق الأول نشاهده هنا ومؤلف من جيف كريني ولورين سوسي. هو ذا لورين سوسي. The East-West connection from New York City, weighing 252 pounds. Here is
ويتألف الفريق الثاني من إدريان أدونيس، هو إدريان أدونيس، ومعه جاس فانتورا من كاليفورنيا. هو ذا جاس فانتورا. Here is Jesse, the Body Ventura. അയ്യോ കണ്ടോ? إدريان أدونيس وجاس فانتورا مصارعان عنيفان وقويان وخشنان جدا ويتعمدان تجاوز القوانين، وهو ذا مدير أعمالهما. ഈ പടം കണ്ടിട്ടുള്ളതാണ്. ഏയ് നല്ല സാധനമാ. ഓ ആര് പടം കാണുന്നു? വല്ലപ്പോഴും ടി വിയിൽ ഒരെണ്ണം കണ്ടാലായി. ചേട്ടന് പണ്ട് സിനിമ എന്ന് പറഞ്ഞ ജ്വരമായിരുന്നല്ലോ. ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാ. ഇനി എത്ര ദിവസം കൂടെ ലീവ്? പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം. LTC പോന്നതാ. ഏതായാലും അമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോണമെന്ന്. ഇപ്പോഴീ ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു. അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞ ഷെയ്ഖന്മാർക്ക് മനസ്സിലാവൂ. ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാനയാ ചേനയാന്നൊക്കെ പറഞ്ഞ അവന്മാരെ വരട്ടി. അറിഞ്ഞോ? എന്ത് പറഞ്ഞില്ലേ? ഇല്ല. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നത്. വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഈ പെണ്ണുങ്ങളുടെ ഒരുതരം പുളുമാസ് പറിച്ചിട്ടുണ്ടല്ലോ, അത് ഇവക്ക് സ്വല്പം കൂടുതലാ. എന്നെ വെറുതെ അതും പറയണ്ട. വാങ്ങിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തോ നടന്നിട്ടുണ്ടല്ലോ. അഡ്വാൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി 3.25 ലക്ഷം രൂപ അവിടെ എണ്ണ അങ്ങോട്ട് കൊടുത്താലേ വാങ്ങിച്ചു എന്നൊക്കെ പറയാൻ നോക്കുള്ളൂ. ആ അത്രേ ആയല്ലോ. ഞങ്ങളിതാ 2 കഥാപാത്രങ്ങൾ 19 കൊല്ലമായിട്ട് ബോംബെ കിടന്ന് അധ്വാനിക്കുക. ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെ മാറ്റി കൊടുക്കുക. ഇത്രയും പോകുന്ന ഒരു ഫ്ലാറ്റിന്റെ വാടക. അതെ, ഞങ്ങൾ പിന്നെ ഇപ്പൊ ഇത് തിരക്കൂട്ടി വാങ്ങിക്കുന്നത് പിള്ളേരുടെ പഠിത്തം നടക്കണമെങ്കിൽ വേറെ മാർഗമില്ലാഞ്ഞിട്ടാ. കുട്ടികളുടെ പഠിത്തം നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ ഈ നാട്ടിൽ വന്നേ പറ്റത്തുള്ളല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി അധികകാലം അവിടെ അങ്ങ് പറ്റിത്തൂങ്ങി കഴിയാനും അവര് സമ്മതിക്കില്ല. ഓരോരുത്തരെയായി സ്മൂത്തായിട്ട് ഇങ്ങ് പറഞ്ഞു വിടുക. എപ്പോ വേണേലും പോരാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളും. ദേ, ആ ബ്രൗൺ സൂട്ട് കേസ് ഒന്ന് തുറന്നു തരാമോ? എനിക്ക് അതിൽ നിന്നൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. തുറന്നണം. അതിന്റെ പൂട്ട് തിരിയുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. 6:45 വാങ്ങുന്നേ. 3.5 കൊടുത്തു. ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്ന്. സിറ്റിയുടെ നടക്കെ 2 bedroom വിത്ത് ഓൾ ഫെസിലിറ്റീസ്. കൈ പണമുള്ള പലരും അങ്ങനെ പലയിടത്തും ഫ്ലാറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചിടും. അതൊരു പതിവാ. ആരെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ സ്വന്തം അനിയനായതുകൊണ്ട് പറഞ്ഞതാ. എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ചാടി കടിക്കാൻ വന്നോണം. നമ്മളും ഈ ഇലക്ട്രിക് ട്രെയിനിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലായി. അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അയ്യേ, അവനൊന്നും ചെയ്യില്ല. കൊടുക്ക. വേണ്ട, അമ്മൂമ്മ കൊടുക്ക. ഒന്നും ചെയ്യില്ലടി മോളെ. വേണ്ടമ്മേ, സ്വല്പം പേടിയിരുന്നോട്ടെ. അത് മാറിയാൽ അവൾ അതിനെ പിടിച്ച് ഞെക്കി കശക്കി ശല്യം ചെയ്ത് കളയും. ആണോടി മോളെ? എന്നും നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാ അവള് വില കൂട്ടി നിൽക്കുന്നത്. ചോദിക്കാതിരുന്നാ മതി. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവള് കുട്ടിയെ തരും. ഇതിന്റെ ഉള്ളിലാ കുട്ടി? ആ, എവിടെ? നിന്റെ തലയില്. ഇനി അതും ഇതും ഒക്കെ ചോദിക്കാൻ തുടങ്ങും. ഓ, ഇങ്ങനെ 2 എണ്ണം മറുപടി പറയാൻ നിന്ന കിളിച്ചതും മുളച്ചതും ഒക്കെ അറിയുന്നവരെ ചോദിച്ചോണ്ടിരിക്കും. എനിക്കുമ്പോ കുട്ടി ഇത്ര ഉണ്ടാവില്ലല്ലേ? ആ, അയ്യോ, മതി മതി എൻക്വയറീസ്. നീ ഇതിനിടെ എങ്ങോട്ട് പോയി? ചേച്ചിയെ കാണാൻ പോയായിരുന്നോ? ഇതുവഴിയെ പോയോ? ഓ, ഇതിലെങ്ങ് ഇറങ്ങി. റോഡേ കൂടെ പോയാൽ 100 പയ്യന്മാരെ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള ആപ്ലിക്കേഷൻസ് വരും. പണ്ടിവര് സ്കൂളിൽ പോണ വഴിയാ. ഇപ്പൊ ആ പഴയ വഴിയെല്ലാം മാറിപ്പോയി അല്ലയോടാ? അത്രയും വീടുകള് കാട് പോട് വെട്ടി മാതിരി. പൊതു ലാട്രിനായിരുന്നാലും പണ്ടായിരുന്നു ഭേദം. തുടങ്ങി. ആളുകൾ വീട് വയ്ക്കാൻ പാടില്ലെന്നാ ഇവിടെ ഒരാളുടെ. നാടിന്റെ ഭംഗി പോകും പോലും. അതവൻ പറയുന്നത് കുറെയൊക്കെ ശരിയാ. നമ്മുടെ കൊട്ടക്കാട്ട് കാവിന്റെ അവിടെയൊക്കെ എന്തു ഭംഗിയായിട്ട് കിടന്നതാ. ഇപ്പൊ അവിടെ കാവുമില്ല, ദേവിയില്ല. 5-6 മഞ്ഞ വീട് മാത്രമുണ്ട്. അതും കണ്ട ജാതിക്കാരുടെ. അമ്മേ, ഇവക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഇനമല്ല. ഇവിടെ നാട് കണ്ടിട്ടുണ്ടോ, കാവ് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ല. ഞാൻ ആകാശത്തുനിന്ന് പൊട്ടി വീഴല്ലായിരുന്നോ? ആ കാള. അമ്മേ, ആവി പിടിക്കാറായി. ഞാനിതാ വന്നു. തിളച്ചെടുക്കുവാ. വന്നെന്ന്. ആ, അമ്മ എന്നാ പോയി ആവി പിടിക്ക്. ആ കൊച്ചപ്പോഴും വന്ന് വിളിച്ചു. എന്ത് പറ്റി? അറിഞ്ഞില്ലേ? അക്കാര്യത്തിൽ മോനേക്കാൾ അമുക്കിയ അമ്മ. ഒറ്റ വസ്തു ഒറ്റ ആളോട് മിണ്ടത്തില്ല.
കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ സ്റ്റൈലായിട്ടൊരു വീഴ്ച അങ്ങ് വീണു കൊടുത്തു. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നും ഉണ്ടായില്ല. 2 ദിവസം അനങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴും നീരുണ്ട്. ആണോ? ഓ, കഴിഞ്ഞ ആഴ്ചയൊന്നും അല്ലടാ, 1 മാസത്തിന് മേലായി. അതാ പത്മാവതി കണിയാട്ടിയെ വിളിച്ചോന്ന് ഒഴിഞ്ഞപ്പോ അങ്ങ് മാറുകയും ചെയ്തു. പിന്നെന്തിനാ ഇപ്പോഴും ആവ് പിടിക്കുന്നേ? അതാ പെണ്ണിന്റെ ഓരോ നിർബന്ധങ്ങള്. ഒന്നുമില്ല, ഞാൻ എപ്പോഴും അവിടെ പറയാറുള്ളതാ, അമ്മ ഇവിടെ തനിച്ചിങ്ങനെ നിർത്തുന്നത് റിസ്ക് ആണെന്ന്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും വയ്യാതെ വന്നാൽ കിടന്ന് വിളിച്ചാൽ കൂടെ വരാൻ ആരാ ഉള്ളത്? അങ്ങനൊന്നും വരുത്തത്തില്ല. വാ മക്കളെ, വാ. ഇപ്പോഴും നടപ്പ് ശരിയായിട്ടില്ല. ഞാൻ നോക്കിട്ടൊരു കുഴപ്പവും കാണുന്നുണ്ട്. കുറെ കൂടെ വലിയ കുഴപ്പമുണ്ടായാലേ കാണുള്ളായിരിക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. കിടന്ന് വിളിച്ചാൽ ഓടി വരാൻ അയലത്ത് കൂടി ആളില്ല. ശ്മശാനം പോലെ പരന്ന ഒരു പറമ്പും അതിനകത്ത് 10,000 പോലൊരു വീടും. നീയേ നല്ല വീട് കണ്ട് വളർന്നിട്ടില്ല. അതുകൊണ്ടായി ഈ വീട് കാണുമ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. മനസ്സിലായോ?